മാരിനേറ്റ് ചെയ്ത നല്ല ജ്യൂസി ആയിട്ടുള്ള സോയ ചങ്ക്സ് കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഞാനിവിടെ 150 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. 4 പേർക്ക് ഉള്ള കറിയുടെ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കാം. സോയ ചങ്ക്സ് വേവിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. വേഗം ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തട്ട് വെച്ച് അടച്ചു വയ്ക്കാം. അരപാത്രം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ചൂടായി തുടങ്ങിയാൽ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം, ഒരു ശകലം. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സിലും നല്ലപോലെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും വെള്ളവും കൂടെ നല്ലപോലെ കലങ്ങണം. നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ ചൂട് മാറുന്നവരേക്കും ഇതുപോലെ തന്നെ വെച്ചിരിക്കുക. അപ്പോഴാണ് സോയ ചങ്ക്സ് നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ ഇതിനായിട്ട് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതെന്തായാലും അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. സവാള ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ നിറം മാറുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കണം. വേഗം വഴന്ന് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. സവാളയുടെ നല്ലപോലെ നിറം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 10 കാഷ്യൂസ് 2ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് കഷ്ണം വലിപ്പമുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ എണ്ണം നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 8 എണ്ണം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാഷ്യൂ ചേർക്കുന്നത് ഗ്രേവി തിക്കാകാനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. അതിന് പകരം നിങ്ങൾക്ക് 1/4 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ 2 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് വാടും വരേക്കും വഴറ്റണം. തക്കാളിയും നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് എല്ലാം ഒന്ന് ചൂട് മാറാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞ ശേഷം ഒന്ന് അരച്ചെടുക്കാം. സോയ ചങ്ക്സ് കുതിർത്ത വെള്ളത്തിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത ശേഷം 2ആക്കി കൈ വെച്ച് തന്നെ 2ആക്കാം. ഇതുപോലെ 2ആക്കി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ഇത് വലിയ സോയ ചങ്ക്സ് ആക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയ സോയ ചങ്ക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പിഴിഞ്ഞെടുത്താൽ മാത്രം മതിയാവും. ഇതിൻ്റെ ഒന്ന് സൈസ് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ 2ആയിട്ട് മുറിച്ചിടുന്നത്. സോയ ചങ്ക്സ് മുഴുവനായിട്ട് പിഴിഞ്ഞ് വെള്ളം മാറ്റി 2ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. വേവിക്കുന്ന സമയത്തും ഉപ്പ് ചേർത്തത് കൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടെ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത ശേഷം 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അടച്ചു വെച്ചിരിക്കാം. അപ്പോഴാണ് നല്ലപോലെ സോയ ചങ്ക്സിൽ എല്ലാ മസാലാസും പിടിക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി സവാളയും തക്കാളിയും ഒക്കെ വഴറ്റി വെച്ചതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. അത് മിക്സി ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. ഇനി കറി റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കുക. അത് ചൂടാകുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് 1 കഷ്ണം ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് സവാളയും തക്കാളിയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഇപ്പോഴും ഞാൻ മീഡിയം തീയിലാണ് വെച്ചിട്ടുള്ളത്. ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് മാരിനേറ്റ് ചെയ്ത സോയ ചങ്ക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ഗ്രേവിയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഇനി അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഗ്രേവിയിൽ സോയ ചങ്ക്സ് നല്ലപോലെ ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ഞാൻ ആ അരപ്പ് അരച്ച മിക്സി ജാറിലോട്ട് തന്നെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്.
ആ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പോ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാവും. ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ കറി നല്ല കൺസിസ്റ്റൻസിയിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബേ ലീഫ് അങ്ങ് മാറ്റാം. ഇനി തീ ഓഫ് ചെയ്ത ശേഷം മല്ലിയിലയെ ചേർത്ത് കൊടുക്കാം. ഞാൻ അവസാനമായിട്ട് 1 ടീസ്പൂൺ വെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടറോ അൺസോൾട്ടഡ് ബട്ടറോ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്.